Sponsored by Suyur Al Sanaya Trading Establishment, Riyadh, Saudi Arabia. നമസ്കാരം, ഞാൻ ബിപിൻ ബാലൻ. സാക്ഷിയുടെ ഫാം ട്യൂബിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സാക്ഷിയുടെ ഫാം ട്യൂബ് യാത്ര ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ സ്റ്റേറ്റ് സീഡ്സ് ഫാമിലോട്ടാണ്. 2020 ഹരിതകീർത്തി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആലുവ സ്റ്റേറ്റ് സീഡ്സ് ഫാമിനാണ്. അതുകൂടാതെ അവിടുത്തെ കൃഷി ഓഫീസറായ ലിസിമോൾ ജെ വടക്കൂട്ടിനാണ് കൃഷി ഓഫീസർക്കുള്ള അവാർഡും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലോട്ട് കയറാം. ആയിരത്തി 1919 രാജഭരണകാലത്ത് കൃഷി പാഠശാലയായിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഈ സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ. അത് പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം സർക്കാർ രൂപീകരിച്ചപ്പോൾ അത് ഗവൺമെൻറ്റിന് കൈമാറുകയും ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും കീഴിലാണ്. 2012 മുതൽ ലക്കോൺ ജൈവ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഈ ഫാം പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യ ഓർഗാനിക് സർട്ടിഫിക്കേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മാഡം, ഈ സംയോജിത കൃഷി രീതി അതെങ്ങനെയാണ് മാഡം ഇവിടെ പ്രാവർത്തികമാക്കുന്നത്? അത് സംയോജിത കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം. അത് നമ്മുടെ എല്ലാ ഫാംസിലും, എല്ലാ ഗവൺമെൻറ് ഫാംസിലും അത് നടപ്പാക്കണം എന്നുള്ളൊരു സ്കീം അത് ഞാൻ 2017 വന്ന ഇടയ്ക്കാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഓർഡറൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ ഈ ഫാമിലത്തെ കാര്യം പറയുകയാണെങ്കിൽ കാസർഗോഡ് കുള്ളൻ പശുക്കൾ ഒരു 5 പശുക്കൾ ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സിസ്റ്റം വന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ആട്, അതുപോലെ താറാവ്, കോഴി, അതെല്ലാം മീനൊക്കെ ആ സിസ്റ്റത്തിൽ ആ IFSന്റെ കീഴിലാണ് നമ്മൾ അതൊക്കെ ചെയ്തത്. അത് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കീമായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളുടെ ഇവിടുത്തെ കൃഷിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ കാസർഗോഡ് കുള്ളൻ പശുക്കളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചാണകം ആ രീതിയിൽ തന്നെ ഇട്ട് നമ്മളൊരു ജൈവ കൃഷി നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടൺ കണക്കിന് നമുക്ക് ചാണകമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചാണകം മൂത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നതല്ല, വൃക്ഷായുർവേദത്തിലെ പറഞ്ഞിരിക്കുന്ന കുറേ പ്രോഡക്ട്സ് ഉണ്ട്. അതായത് പഞ്ചഗവ്യം, അതുപോലെ കുണപ്പജല, പിന്നെ അതോടുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഉൽപ്പന്നമാണ് എക്സ്പ്ലോഡ് എന്ന് പറയും, അതൊരു കീടവികർഷിണിയാണ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് 200 ലിറ്റർ നമുക്കൊരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 10 കിലോ ചാണകം മതി. 200 ലിറ്ററിന്. അപ്പം അതാണ് നമ്മളുടെ ഇവിടുത്തെ വളം എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഡേയ്സിൽ ഇവിടെ ഓരോരുത്തർ ജനിക്കും. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ ബർത്ത്ഡേ, അവർക്ക് എത്ര വയസ്സായെന്നൊക്കെ നമുക്ക് പ്രത്യേകം. ഇപ്പോൾ ശിവരാത്രിയുടെ ആ ആഴ്ചയിൽ ഉണ്ടായ കാളക്കുട്ടിക്ക് ശിവ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ട് ഞാനിവിടെ വന്നപ്പോൾ നെക്സ്റ്റ് ജൂണിലാണ് ഒരു കാളക്കുട്ടി ഉണ്ടായത്. അപ്പോൾ അതിന് ജൂണോന്ന് പേരിട്ടു. അതൊന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇപ്പോഴത്തെ നവംബർ 14 കറക്റ്റ് ശിശുദിനത്തിൻ്റെ അന്ന് നമുക്കൊരു ആട്ടുംകുട്ടുണ്ടായി, നല്ല തൂവെള്ള. അപ്പോൾ അവന് ജവഹർ എന്ന് പേരിട്ടു. അല്ല വിഷു അത് ഭയങ്കരമായിരുന്നു. ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ അന്ന് നമുക്ക് വിഷു കൈനീട്ടായിട്ട് 2 പെണ്ണാട് കുട്ടികളെ കിട്ടി. വൈഷ്ണവി, വാസുകി എന്നൊക്കെ ആക്കി. വൈഷ്ണവി, വാസുകി. മാഡം, ഈ സംയുക്ത കൃഷി രീതിയിൽ ഇപ്പോൾ ഈ കാസർഗോഡ് കുള്ളൻ്റെ കാര്യം മാഡം പറഞ്ഞു, എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേക റോൾ എന്ന് പറയുന്നത്? ഈ കാസർഗോഡ് കുള്ളൻ പശുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയുടെ ഏറ്റവും ഇണങ്ങിയിട്ടുള്ള ഒരു ബ്രീഡാണ്.
മാത്രമല്ല ഇപ്പോൾ വെച്ചൂർ പശു എന്നൊക്കെ പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. കാസർഗോഡ് കുള്ളൻ പശു ഒരു അമ്മയും ഒരു കുട്ടിയും കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു 30,000 രൂപ 25,000 രൂപ അതിന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ പ്രശ്നമല്ല, മഴ പ്രശ്നമല്ല, ആകെ വേണ്ടത് നല്ലോണം പച്ച പുല്ല് വേണം, പിന്നെ പച്ച വെള്ളവും വേണം. എല്ലാവരും ഇവിടെ ഫ്രീ ആണ്, ഓടി നടക്കുകയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്യൂരിറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഒരേ ബ്രീഡേ പറ്റുള്ളൂ. ഇപ്പോൾ പല ബ്രീഡിനെ നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും അതുപോലെ തന്നെ പാലൊന്നും കറക്കാറില്ല, പാലൊക്കെ അത് കുട്ടികൾ കുടിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നല്ല വലുപ്പമൊക്കെ വെച്ച് അത് ആടാണെങ്കിലും പശു ആണെങ്കിലും ആരാണെങ്കിലും അത് അവരവരുടെ കുട്ടികൾ കുടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പശു എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത് ഇവിടെ നമ്മൾ പുല്ലൊന്നും നമ്മൾ വീട് സൈഡ് യൂസ് ചെയ്തിട്ടല്ല, അങ്ങനെ ഉപയോഗിക്കാറില്ല. വീഡ് കട്ടർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ബ്രഷ് കട്ടർ വെച്ചിട്ട് വെട്ടിക്കളെ. പിന്നെ ഇതെല്ലാം ഇവർ തിന്ന് ഇട്ടുള്ള ഓർഗാനിക് റീസൈക്ലിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ പുല്ല് അങ്ങനെ നമുക്ക് ഉപയോഗമാവും, അത് വീണ്ടും ചാണകമായിട്ട് ഫീൽഡിലേക്ക് വരും. ഈ ഓർഗാനിക് സൈക്ലിങ്ങിന്റെ ഭാഗമായിട്ട് മാഡം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൃഷി രീതിയുണ്ട് ഈ താറാവിനെ വെച്ചിട്ട്, അതെന്തായിരുന്നു? അത് താറാവ് നെൽകൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ചൈന ജപ്പാനിലൊക്കെ വളരെ പ്രചാരത്തിലുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അതത്ര കുട്ടനാട്ടിൽ താറാവ് കൃഷി ഉണ്ടെങ്കിലും നെല്ലും താറാവും കൂടി അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കധികം മോഡൽസ് ഇല്ല. അപ്പോൾ ഇവിടെ എനിക്ക് പൂർണ്ണ ബോധ്യമായിട്ട് എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷി താറാവില്ലാതെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അത്രയും ഡിഫറൻസാണ് താറാവ് നടന്ന ഒരു നെൽകൃഷി, ഒരു കൃഷിയിടവും അല്ലാത്ത കൃഷിയിടവും തമ്മിലുള്ളത്. ഈ നെൽകൃഷിയിൽ നമ്മൾ താറാവിനെ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല സ്പേസിങ് കൊടുക്കണം. 20-15 എങ്കിലും സ്പേസിങ് കൊടുത്തിട്ടാണ് ഞാറ് നടേണ്ടത്. അതുപോലെ തന്നെ 1-2 ഞാറ് മാത്രമേ നമ്മളിവിടെ നടാറുള്ളൂ. സാധാരണ ഉള്ള ഒരു സീഡ് റേറ്റ് ഇവിടെ വേണ്ടി വരാറില്ല. ഒരു ഏക്കറിന് തന്നെ 10-15 കിലോ ഒക്കെ മാത്രം ഇവിടെ വിത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സ്പേസിങ് കൂടുതൽ കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവിൻ്റെ ആക്ടിവിറ്റി നന്നായിട്ട് ടില്ലറിങ് അതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നല്ല ടില്ലറിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യമേ തൊട്ട് തന്നെ നല്ല സ്പേസിങ് കൊടുക്കണം. പിന്നെ താറാവ് ഈ നെൽച്ചെടി ചെറുതായിരിക്കുന്ന സമയത്ത് താറാവ് നടക്കുമ്പോൾ അത് നെൽച്ചെടി ഒരിക്കലും അത് ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യില്ല, കളകൾ മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ താറാവിന് നടക്കാനായിട്ടുള്ള അതിനിടയിൽ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നെൽച്ചെടി ചവിട്ടിപ്പോവും. അപ്പോൾ നമ്മൾ നല്ല സ്പേസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ താറാവ് എപ്പോഴും നമുക്കറിയാം കൊക്ക് ഉപയോഗിച്ച് ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ നല്ല റൂട്ട് സോണിൽ നല്ല എയറേഷൻ കിട്ടുന്നത് കാരണം നല്ല റൂട്ട് ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ മേലേക്ക് നല്ല ടില്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ചെടിക്ക് നല്ല ഒരു ഗ്രോത്ത് വരും. പിന്നെ കളകളൊന്നും ആ ഫീൽഡിൽ ഉണ്ടാവില്ല. മുളച്ച് വരുന്ന ചെറിയ ചെറിയ കളകളാണ് താറാവ് ഭക്ഷിക്കുന്നത്. പിന്നെ അതിലുള്ള പായലെല്ലാം അതൊക്കെ ഭക്ഷിച്ച് അതൊക്കെ റിസൈക്കിൾ ചെയ്ത് വീണ്ടും അതിന് വളമായിട്ട് അപ്പം തന്നെ നമ്മുടെ ഫീൽഡിലേക്ക് കിട്ടും. പിന്നെ കളകളൊരു ഫീൽഡിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താണോ ആ ഫീൽഡിലുള്ള ന്യൂട്രിയൻസ് അത് മുഴുവൻ നെൽച്ചെടിക്ക് കിട്ടുന്നത് കൊണ്ടും എന്താണെങ്കിലും ഒരു എക്സ്ട്രാ വിഗർ അങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ രോഗം ബാധിച്ച ഇലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ താറാവ് കഴിക്കും. അപ്പോൾ ആ ഒരു ഇനോക്കുലം അവിടെ നിന്ന് ഇനോക്കുലം കുറയും. പിന്നെ താറാവ് എപ്പോഴും ഇങ്ങനെ ഇളക്കി മറിച്ച് നടക്കുന്നത് കാരണം എയറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാത്തജൻസിന് രോഗാണുക്കൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു അവസ്ഥ നമ്മുടെ ഫീൽഡിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു രോഗം ഇവിടെ നെൽച്ചെടിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഒരു കൂടൊക്കെ നല്ല സെറ്റപ്പ് കൂടാണ്, അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കൂട്, അതിനോട് അറ്റാച്ച് ചെയ്തിട്ടൊരു കുളം, പിന്നെ ഒരു ഫെൻസിങ്, ഇതൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അഥവാ ചില സമയത്ത് ഇപ്പോൾ ഇത് പറിച്ചു നടുന്ന സമയത്ത് നമുക്ക് ഇവരെ വിടാൻ പറ്റില്ല. അങ്ങനത്തെ സമയത്താണെങ്കിൽ പോലും കൂട്ടിൽ നിന്നാലും അവർക്ക് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത രീതിയിൽ അങ്ങനെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ കൃഷിയുടെ പണിത് തന്നിട്ടുള്ള ഒരു താറാവും കൂടൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ആദ്യമായിട്ട് അതൊക്കെ ഒരു മോഡലൊക്കെ നമ്മൾ തന്നെ ആലോചിച്ച് ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല ഈ താറാവിൻ്റെ കൂട്ടിലുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മാറ്റും. ആ വെള്ളമൊക്കെ അടിച്ച് കളയണ കണ്ടത്തിലൊക്കെ ഒന്നും വേറെ ഒരു വളവും വേണ്ട. അതുപോലെ താറാവിൻ്റെ കൂടാണെങ്കിലും അതിന് താഴേക്ക് വീഴുന്ന കാഷ്ടം, ആട്ടുംകൂടിൻ്റെ അതെല്ലാം നമ്മൾ മണിര കമ്പോസ്റ്റ് ടാങ്കിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ വേസ്റ്റ് ആയിട്ടുള്ള വാഴ അതെല്ലാം വെട്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിവളം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നുള്ളൂ. നെൽകൃഷിയിലാണെങ്കിൽ കുമ്മായം, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഈ 3 സാധനം മാത്രമേ നമ്മൾ പുറത്തുനിന്ന്, അതും ബേസിൽ ഡോസ് ആയിട്ട് മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഈ ആട് പശു താറാവ് അതിൻ്റെയൊക്കെ വിസർജ്യം, കാലി വളം, പിന്നെ കുറച്ച് നമ്മൾ ജീവാണുവളങ്ങൾ ഉപയോഗിക്കും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തരുന്ന ജീവാണു PGPR അത് ചാണകത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് 50 കിലോ ചാണകത്തിൻ്റെ കൂടെ 1 കിലോ PGPR അത് മിക്സ് ചെയ്തിട്ട് അത് അടിവളമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഫോസ്ഫറസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് മൈക്കോറൈസ,
മൈക്കോറൈസ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് പാക്ക് ചെയ്ത് 1 കിലോയ്ക്ക് 75 രൂപയ്ക്ക് അത് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അത് നമ്മളിവിടെ ഞാറ്റടി തൊട്ട് നമ്മൾ അത് ഉപയോഗിക്കും. ഞാറ്റടിയിലും ഈ മൈക്കോറൈസ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ പറിച്ച് നിറഞ്ഞിട്ട് തൊട്ട് മുമ്പ് ആ ഫീൽഡിലും ഒന്ന് വെതറി കൊടുക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് ഫോസ്ഫറസിന് അതാണ്. പിന്നെ ബയോ പൊട്ടാഷ്. പിന്നെ പൊട്ടാഷ് പൊതുവേ ഇവിടെ ഹൈലി ഈ ഫ്ലഡൊക്കെ വന്ന സമയത്ത് കുറേ വന്ന് അടിഞ്ഞ ക്ലേയിൽ ചെളി വന്ന് അടിഞ്ഞതിൽ ഹൈ പൊട്ടാഷ് ആയിരുന്നു. അതുകൊണ്ട് പൊട്ടാഷിന് നമുക്ക് അങ്ങനെ ഒരു ഡെഫിഷ്യൻസി ഇവിടെ ഇല്ല. മാഡം, കേരളത്തിൽ പൊതുവെ ഫാമുകളിലെല്ലാം ഹൈ ഈൽഡ് വെറൈറ്റി ആണല്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആലുവ ഈ സീഡ്സ് ഫാമിലും മാത്രം ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വെറൈറ്റീസ് വരാനുള്ള കാരണം? കേരളത്തിലെ മിക്കവാറും എല്ലാ ഗവൺമെൻറ് ഫാമുകളിലും ഹൈ ഈൽഡിങ് വെറൈറ്റീസാണ് വിത്തുണ്ടാക്കിയിട്ട് അത് കർഷകർക്ക് കൊടുക്കുന്നത്. അപ്പോൾ 2017 ഞാനിവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഓഫീസർ ജോണി എന്ന് പറഞ്ഞ ഒരു ഓഫീസർ, ആ സാറ് 2 കിലോ രക്തശാലി അട്ടപ്പാടിയിൽ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഓഫീസിൽ അതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് രക്തശാലിയാണ്, ആദിവാസികളൊക്കെ കൃഷി ചെയ്യുന്ന അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് അനൂപിനടുത്ത് പറഞ്ഞു നമുക്കിതൊന്ന് വെറുതെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇട്ടു. കുറച്ച് സ്ഥലത്ത് അത് വിത്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് 2 കിലോ ഒരു 80 കിലോ വിത്ത് കിട്ടി. അപ്പോൾ ആ സമയത്താണ് നെക്സ്റ്റ് ക്രോപ്പ് അത് ഹാർവെസ്റ്റൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇവിടെ ശതാബ്ദി വരുവാണ്. 1919 ഇത് കൃഷി പാഠശാലയായിട്ട് ആരംഭിച്ചത്. അപ്പോൾ 2019 തുടങ്ങിയപ്പോഴത്തേക്കും ഇത് ശതാബ്ദി വർഷമാണ്, നമുക്ക് ശതാബ്ദി ആഘോഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫാം കൗൺസിൽ മെമ്പേഴ്സൊക്കെ അതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആലുവ പാലസിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ സാറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സാറ് അതിൻ്റെ ഒരു നോട്ടീസ് കണ്ടപ്പോൾ ഇതിവിടെ രക്തശാലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ കുറച്ച് വിത്ത് കിട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ചെയ്തു. അപ്പോൾ സാറാണ് പറഞ്ഞത്, നമ്മുടെ കൃഷിമന്ത്രിയാണ് പറഞ്ഞത്, ഇനി നിങ്ങൾ ആലുവ ഫാമിൽ ചെയ്യേണ്ടത്, അത് ഓൾറെഡി 2012 മുതൽ ജൈവ ഫാമായിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് വരുന്ന ഫാമാണ് 2012 മുതൽ. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് അല്ല, നമ്മുടെ RARS പീലിക്കോടിലുള്ള ഡോക്ടർ വനജ ഇതുപോലെയുള്ള കേരളത്തിലെ ട്രഡീഷണൽ വെറൈറ്റീസിൻ്റെ ഒരു സോഴ്സാണ്. അപ്പോൾ മാഡത്തിൻ്റെ നമ്പർ എനിക്ക് തന്നു. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് നിന്ന് യൂണിവേഴ്സിറ്റിയുടെ ബ്രീഡർ സീഡായിട്ട് എനിക്ക് ട്രഡീഷണൽ വെറൈറ്റീസ് കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും സാർ ചെയ്തു. ഞാൻ മാഡത്തിനെ വിളിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള രക്തശാലി തുടങ്ങിയത് ഇങ്ങനെ ട്രൈബൽ ഏരിയയിൽ നിന്ന് കിട്ടിയ വിത്ത് വെച്ചിട്ടാണ്. ബാക്കിയുള്ള ജപ്പാൻ വയലറ്റ്, അതുപോലെ ഗോൾഡൻ ഞാവര, പിന്നെ വടക്കൻ വെള്ളരിക്കയമ, വെള്ളത്തൊണ്ടി, ഇതെല്ലാം നമുക്ക് തന്നത് RARS പീലിക്കോട് നിന്നാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. മാഡം, ഈ ജപ്പാൻ വയലറ്റ് എന്ന് പറയുന്ന വിത്ത് ഇത് ജപ്പാനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികൾ, എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ? ഈ ഡോക്ടർ വനജ എനിക്ക് ജപ്പാൻ വയലറ്റ് എന്ന് പറഞ്ഞ വിത്ത് സജസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ ഞാനും ചോദിച്ചു, ഇത് നമ്മുടെ ട്രഡീഷണൽ വെറൈറ്റി ആണോ, ഈ പേര് കേട്ടിട്ട് ഒരു വരുത്തന്നെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു അത് കാസർഗോഡുള്ള ട്രഡീഷണൽ വെറൈറ്റി ആണ്, ജപ്പാനായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുന്നത് പോലെ തന്നെ അത് വയലറ്റ് നിറമാണ്. അതിൻ്റെ കതിരിടുന്ന സമയം വരെ ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വയലറ്റ് അല്ല ഒരു പേർപ്പിൾ കളറാണ് ഫീൽഡ് മുഴുവനും. പിന്നെ അത് കതിരിടുന്ന സമയത്ത് അത് ഗ്രാജുവലി അത് ഡാർക്ക് ഗ്രീൻ ആവും. പിന്നെ കൊയ്ത് വരുമ്പോൾ അത് സാധാരണ നെല്ലിനെ പോലെ തന്നെ സ്വർണ്ണ നിറമായി നല്ല ചുവന്ന മട്ട അരിയാണ് അതിൻ്റെ അരി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ കൃഷി ചെയ്യുന്നത് പ്രത്യേക ഉദ്ദേശത്തിനാണ് ഇത് കൃഷി ചെയ്യുന്നത്. അതായത് ഈ വെജിറ്റേറ്റീവ് സ്റ്റേജിൽ ഇത് കടും വയലറ്റ് നിറത്തിൽ നിൽക്കുന്ന സമയത്ത് വരി നെല്ലിനെ നമുക്ക് അതിൽ നിന്ന് പ്രത്യേകമായിട്ട് എടുത്ത് കാണും.
അപ്പോൾ വരിനെല്ല് പ്രോബ്ലം ഉള്ള ഒരു ഏരിയയിൽ നമ്മളിത് കുറച്ച് ഏരിയയിൽ ഇത് ചെയ്തിട്ട് ആ വരിനെല്ലിന് വയലറ്റിൻ്റെ ഇടയിൽ കരിമ്പച്ച നിറത്തിൽ അല്ലെങ്കിൽ നമുക്ക് ആ കളയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഞാനിവിടെ അത് കൃഷി ചെയ്തതിന് ശേഷം ഇപ്പോൾ വരിനെല്ല് മാത്രമല്ല ഏതൊരു കളയാണെങ്കിലും ഈ വയലറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കതിനെ വളരെ പെട്ടെന്ന് അതിനെ പിൻ പോയിൻ്റ് ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അത് പൂവിടുന്നതിന് മുമ്പാണ് നമ്മളിത് പറിച്ചു കളയുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രാജ്വലി നമ്മളുടെ ആ ഫീൽഡിലുള്ള കളശല്യം തന്നെ വളരെ കുറയും. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, ഈ ഞാനിവിടെ ചെയ്തപ്പോഴൊക്കെ ജപ്പാൻ വയലറ്റിന് ചാഴി വരുന്നുണ്ട്, ചാഴി വരും. അപ്പോൾ ഇതിനെ ഞാൻ നമ്മുടെ ബാക്കിയുള്ള വെറൈറ്റീസിൻ്റെ ഇടയിൽ ചെറിയൊരു പാച്ചായിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ ചാഴി മുഴുവൻ അവിടെ ഇരുന്നോളും. അപ്പോൾ ബാക്കിയുള്ള ക്രോപ്പിൽ ബാക്കിയുള്ള വെറൈറ്റീസിൽ ചാഴിയുടെ ഉപദ്രവം കുറയും. പിന്നെ ജപ്പാൻ വയലറ്റിന് ഈ ചാഴി വന്നിരിക്കുമെങ്കിലും ആ ചാഴിയുടെ ആക്രമണത്തിന് അനുസരിച്ച ഒരു ഈൽഡിലുള്ള കുറവ് അതിലുണ്ടാവുന്നില്ല. അപ്പോൾ എന്താ അതിൻ്റെ കളർ കൊണ്ടോ അതിൻ്റെ ഒരു കൂളിംഗ് ഇതുകൊണ്ടാണോ ചാഴിയോട് വന്നിരിക്കേണ്ടതെന്ന് അറിയില്ല. അത് ഗ്രെയിൻ ഫില്ല് ചെയ്ത് അത് മച്ചുറായി കഴിഞ്ഞാൽ പോലും ഹാർഡായി കഴിഞ്ഞാൽ പോലും ചാഴി അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ട്രാപ്പിങ്ങിനും ഞാനത് പാച്ചായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ചാഴി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അരി നല്ല ടേസ്റ്റ് ഉള്ളതാണെന്നാണ്. നമുക്കറിയാം ജ്യോതി എന്ന് പറഞ്ഞ വിത്തിന് നല്ലോണം ചാഴിയുടെ ആക്രമണം, അത് നല്ല ടേസ്റ്റാണ് ജ്യോതിയുടെ അരി. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ ഇതൊന്ന് പ്രോസസ്സ് ചെയ്യാനോ അത് ടേസ്റ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. പക്ഷെ വളരെ പെട്ടെന്ന് ഈ സാധനം പോപ്പുലറായി. ഇപ്പോൾ ഒരുപാട് പല ജില്ലകളിൽ നിന്നും ഇവിടെ വന്നിട്ട് ജപ്പാൻ വയലറ്റിൻ്റെ വിത്തിന് അന്വേഷണം വരെ ഞാനത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കിലോയ്ക്ക് 50 രൂപയാണ് അതിൻ്റെ വില. പിന്നൊരു പൈതൃക വിത്തിനാണല്ലോ രക്തശാലി. ഈ രക്തശാലി എങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ കൃഷി ചെയ്യുന്ന രീതികളും കാര്യങ്ങളും? രക്തശാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജകുടുംബങ്ങളായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. പണ്ട് രാജാക്കന്മാർ അവരുടെ പത്നിമാർക്ക് പ്രായം ഒന്നും വരാതിരിക്കാനായിട്ട് അത് വളരെ സീക്രട്ടായിട്ട് കൃഷിയൊക്കെ ചെയ്ത് അവർക്ക് കഴിക്കാൻ കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ ഞവരയുടെ ഒപ്പം തന്നെ ഗുണമുള്ള റെഡ് റൈസ് വിഭാഗത്തിൽപ്പെട്ടതാണ് രക്തശാലി. അത് നമ്മളിവിടെ 1-2 പ്രാവശ്യം അത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ 100% തവിടോട് കൂടിയിട്ടാണ് അത് നമ്മൾ അരിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് തന്നെ 2 തരത്തിൽ ചെയ്തു, പച്ചയായിട്ടും പുഴുങ്ങിയിട്ടും 2 തരത്തിൽ നമ്മൾ അരിയാക്കി. ഇത് പുഴുങ്ങി ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കാലം ഇരിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഏതെല്ലാം ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? അത് എങ്ങനെയാണ് അതിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളും? വേറെ ഇവിടെ കൃഷി ചെയ്യുന്നത് ഞവര നമുക്കെല്ലാം അറിയാം. കർക്കിടക കഞ്ഞി കിറ്റിൽ 2 തരം ഞവര ഉണ്ടല്ലോ. ഒന്ന് ഇവിടെ ചെയ്യുന്നത് സ്വർണ്ണ ഞവരയാണ്. കറുത്ത ഞവരയാണ് ഈ കിഴിയൊക്കെ കെട്ടി ആയുർവേദ ചികിത്സയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ ഞവര നമ്മളോട് ചെയ്തു. ഇവിടുത്തെ ഞവര താറാവും ഒക്കെ ഉള്ള ആക്ടിവിറ്റിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല ഹൈറ്റും നല്ല ഇതൊക്കെ ആയിട്ട് ചില സമയത്ത് വീണ് പോകാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ അതിനൊരു കുഴപ്പം. ബാക്കി അതെല്ലാ സീസണിലും നമുക്ക് 2 സീസണിൽ ഇവിടെ 2 സീസണിലാണ് എല്ലാ നെല്ലുകളും ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ മെയ് മാസത്തിൽ ലാൻഡ് പ്രിപ്പറേഷൻ തുടങ്ങി, ഉഴലൊക്കെ തുടങ്ങി ആ ഒരു സീസൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബറിലുള്ള അങ്ങനെ 2 സീസണിലാണ് ഇവിടെ നെൽകൃഷി ചെയ്തത്. പിന്നെ ഒരെണ്ണം ചെയ്തത് വെള്ളത്തൊണ്ടിയാണ്. വെള്ളത്തൊണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നല്ല ഹൈറ്റായിരുന്നു, ഭയങ്കര ഹൈറ്റും നല്ല ടില്ലറിങ്ങൊക്കെ ആയിട്ട് അതിന് ഇവിടെ ചെയ്തപ്പോൾ കുറച്ച് വീഴുന്ന ഒരു ടെൻഡൻസി മഴക്കാലത്ത് മാത്രം. വേനൽക്കാലത്ത് വീണാലും നമുക്ക് കുഴപ്പമില്ല, വീണ് കഴിഞ്ഞാലും നമുക്കത് കൊയ്യുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മഴക്കാലത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് വെള്ളത്തൊണ്ടി മറ്റേ 2ാമത്തെ സീസണിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് ഇവിടുന്ന് വിത്ത് കൊണ്ടുപോയിട്ടുള്ള മറ്റ് കർഷകർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, അവരതിൻ്റെ വിത്ത് തന്നെ വീണ്ടും ചോദിച്ചു വരികയാണ്. അവർക്ക് വീണതുമില്ല, ഒരു കേടും വന്നില്ല, നല്ല ഈൽഡും കിട്ടിയെന്നാണ് വെള്ളത്തൊണ്ടിയെ പറ്റിയിട്ട് പറഞ്ഞത്. വടക്കൻ വെള്ളരി കയമ. വടക്കൻ വെള്ളരി കയമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബിരിയാണി റൈസ് പോലെ സെൻറ്റഡ് റൈസിൻ്റെ ഒരു കൂട്ടത്തിൽ പെട്ടതാണ്. അത് നെല്ലുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അത് പട്ടുപോലെയുള്ള നെൽപ്പാടത്ത് ഇതിൻ്റെ കതിര് വന്നു കഴിയുമ്പോൾ കറുത്ത നെല്ലാണ് അതിൽ നിൽക്കുന്നത്. ഒരു നെൽക്കതിരെന്ന് പറയുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, സ്വർണ്ണ നിറത്തിലൊക്കെ നിൽക്കുന്നത്. ഇത് കറുത്ത മണികളായിട്ടുള്ള ഒരു കതിര് നമുക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കൊയ്തെടുത്ത് കഴിഞ്ഞ് അത് ഞാനത് വിത്തായിട്ടേ കൊടുത്തിട്ടുള്ളൂ, പ്രോസസ്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഗ്രെയിൻ പ്യുവർ വൈറ്റാണ്, പക്ഷേ നേരിയ ആ ബ്രാൻ മാത്രം തവിട്ടാണ്. അത് ഫുൾ കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബിരിയാണി റൈസ് പോലെയുള്ള കൈമ റൈസ് നമുക്ക് കിട്ടും. നെല്ലല്ലാതെ വേറെ ഏതെല്ലാം വെറൈറ്റികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ആകെയുള്ളത് 13 ഏക്കറിൽ 7.5 ഏക്കറാണ് നമ്മൾ നെൽകൃഷിക്ക് ഉള്ള പാടമായിട്ടുള്ളത്.
ആ 7.5 ഏക്കറിൽ തന്നെ ചില കണ്ടങ്ങൾ നമുക്ക് നെല്ല് നന്നായിട്ട് ഉണ്ടാവാറില്ല. അവിടെ കുറച്ച് വെള്ളം വിടാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ നമുക്ക് ചില കണ്ടങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്രാവശ്യം ട്രൈ ചെയ്തിരിക്കുന്നത് ചെറുധാന്യങ്ങൾ ആയിട്ടുള്ള റാഗി, അതുപോലെ പനിവരക്, ഇത് രണ്ടും ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. റാഗി ഏകദേശം കതിരിടാനായിട്ടുണ്ട്, ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വേറൊരെണ്ണം ഉള്ളത് ചിയ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, CHIA. അപ്പോൾ അതിൻ്റെ വിത്ത് നമുക്കിപ്പോൾ ഓൺലൈനിലാണ് കിട്ടുന്നത്. അത് 100 ഗ്രാമിന് 400 രൂപ 500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ വിത്ത്. 2 നിറത്തിലുണ്ട് ചിയയുടെ വിത്ത്, വെള്ള നിറത്തിലുണ്ട്, കറുത്ത നിറത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുളസിയുടെ ഫാമിലിയിൽ പെട്ട ഒരു ചെടിയാണ്, ലേബിയേറ്റ ഫാമിലിയിൽ പെട്ടതാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം സാൽവിയ ഹിസ്പാനിക്ക എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുള്ള പല ചെടികളോടും നമുക്കൊരു സാമ്യം തോന്നും അത് കാണുമ്പോൾ. അതിൻ്റെ ഉപയോഗിക്കുന്ന ഭാഗം വിത്താണ്, ചീരവിത്ത് പോലെയുള്ള കസ്കസ് പോലെ ഇരിക്കുന്ന ചെറിയ ചെറിയ തരി പോലെയുള്ള വിത്താണ് അതിൻ്റെ നമ്മൾ കഴിക്കുന്നത്. അതൊന്നും ചെയ്യേണ്ട, വെറുതെ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നേരെ കഴിക്കാം, കുക്കിയൊന്നും വേണ്ട. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ല, ആർക്കും അറിയില്ല അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെടി നടുന്ന സമയത്ത് വെള്ളമൊക്കെ വേണം. അത് കഴിഞ്ഞ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ മഴ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചിയ ഇവിടെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനിയും അധികം നമുക്ക് മഴയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആ ചെടിയുടെ നിറമൊക്കെ മാറി ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ആ ഇൻഫ്ലോറസൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ വിത്ത് അതിൽ വീഴും, തനിയെ വീഴും. അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മളത് അടുത്ത വിത്തായിട്ടോ അല്ലെങ്കിൽ കഴിക്കാനുള്ളതായിട്ടോ കൊടുക്കുന്നത്. പണ്ട് ഒക്കെ പട്ടാളക്കാർക്ക് ഫുഡിനൊക്കെ സ്കേഴ്സിറ്റി ഉള്ള സമയത്ത്, ഭക്ഷണത്തിന് ഒന്നും കിട്ടാത്ത സമയത്ത് വെറുതെ ഈ ചിയ വെള്ളത്തിൽ കലക്കി കഴിച്ച് അവർക്ക് ഫുൾ എനർജിയിൽ യുദ്ധത്തിനൊക്കെ പോകാൻ പറ്റുമെന്നാണ് ഞാനത് വായിച്ച് പറഞ്ഞത്. അതിലുള്ളത് നല്ല പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഇതെല്ലാം കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഈ ചിയ എന്ന് പറയുന്നത്. നാടൻ പശുക്കളെ നമ്മളിവിടെ വളർത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാണകവും ഗോമൂത്രം വെച്ചിട്ടുള്ള കുറേ പ്രോഡക്ട്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുണപ്പജല, അതുപോലെ തന്നെ പഞ്ചഗവ്യം. അപ്പോൾ ഇതിൽ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. സാധാരണ ഒരാൾക്ക് അത് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് പാടാണ്. ഇവിടെ ട്രെയിനിങ്ങിന് വരുന്നവർക്കൊക്കെ ഞാനത് പറഞ്ഞും ചെയ്തും ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കുണപ്പജലയാണ് നമ്മൾ ഒരു നെൽകൃഷിയിൽ കതിരിടുന്നത് വരെ ഒരു 15 ഡേയ്സ് ഇൻ്റർവൽ അല്ലെങ്കിൽ 20 ഡേയ്സ് ഇൻ്റർവെല്ലിൽ 3 പ്രാവശ്യം നമ്മൾ കുണപ്പജല സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇവിടുത്തെ കൃഷി രീതിയിൽ നമ്മൾ അടിവളം ഞാൻ പറഞ്ഞു, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, കുമ്മായി, ഇതെല്ലാം കൊടുത്ത് ജീവാണുവളങ്ങളും മൈക്രോറൈസി എല്ലാം കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആകെ ചെയ്യുന്നത് പിന്നെ വേറൊരു വളപ്രയോഗമല്ല, പഞ്ചഗവ്യം കുണപ്പജലം മാത്രമേ ഉള്ളൂ. കുണപ്പജല അതിൻ്റെ കതിര് വരുന്നതിന് മുമ്പായിട്ട് 3 പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ പഞ്ചഗവ്യം കതിരിടാനുള്ള ഒരു സ്റ്റേജ് തൊട്ട് 3 പ്രാവശ്യം പഞ്ചഗവ്യം സ്പ്രേ ചെയ്യും. ഇത് രണ്ടും 20 to 30 മില്ലി പെർ ലിറ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മാത്രമല്ല, എല്ലാ കർഷകർക്കും ആവശ്യത്തിനനുസരിച്ച് ഇൻഡിവിജ്വലായിട്ടോ എക്കോ ഷോപ്സ് വഴിയോ കെയ്ക്കോ വഴിയോ നമുക്ക് അതിനൊരു MRP ഇട്ട് നമുക്ക് അവിടെ സെയിൽ നടത്താനുള്ള പാകത്തിന് 250 ml പെർ അതിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഒരു 50-60 രൂപ റേഞ്ചിൽ അതും നമ്മളിവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ശീമക്കൊന്ന ഇവിടെ ധാരാളമുണ്ട്. ശീമക്കൊന്നയുടെ ഇല ഗോമൂത്രത്തിൽ ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്, എക്സ്പ്ലോഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതൊരു കീടവികർഷിണിയാണ്. അപ്പോൾ ഭയങ്കര നാറ്റമൊക്കെയാണ് അതിന്. ആ കീടവികർഷിണിയാണ് ഇവിടെ ചാഴിക്കും എല്ലാറ്റിനും നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കൂടാതെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കും. ചാള മേടിച്ച് അത് ഈക്വൽ ക്വാണ്ടിറ്റി ശർക്കരയിൽ ഫെർമെൻറ്റ് ചെയ്ത് അത് ബോട്ടിലാക്കിയിട്ട് അതും 200 ml ബോട്ടിലാക്കിയിട്ട് ഫിഷ് അമിനോ ആസിഡ് നമ്മളിവിടെ നിന്ന് കൊടുക്കും.
പിന്നെ മൈക്കോറൈസ, കുറച്ച് പേർക്കൊക്കെ അറിയാം ഫോസ്ഫറസിൻ്റെ ഒരു ജീവാണുവളമാണ്. അതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതും നമ്മളുടെ ഫീൽഡിൽ കൃഷിയിടത്തിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് അതും 1 കിലോൻ്റെ പാക്കറ്റിൽ 75 രൂപയായിട്ട് അതും നമ്മളിവിടുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഒരു പ്രോഡക്റ്റ് വെർമി വാഷ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, ഡ്രം മെത്തേഡ്, NIPHM ടെക്നോളജിയാണ്. ആ ഡ്രമ്മിൽ നമ്മൾ വെർമി വാഷ് ഉണ്ടാക്കി അതൊരു ലിറ്ററിന് 25 രൂപയ്ക്ക് അതും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സും തന്നെയാണ് നമ്മൾ കൃഷിയിലും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ജൈവ കൃഷി ചെയ്യുന്ന ഫാമേഴ്സിനും നമ്മളിവിടുന്ന് ലഭ്യമാക്കുന്നത്. ഇപ്പോൾ ഈ കാസർഗോഡ് കുളൻ പശു, അതുപോലെ തന്നെ താറാവ്, ഇത് രണ്ടും നെൽകൃഷിയിൽ വളരെ ഉപകാരപ്പെടുന്നത് പോലെ തന്നെയാണ് മത്സ്യകൃഷി. മത്സ്യകൃഷി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു വാട്ടർ ഹാർവെസ്റ്റ് സ്ട്രക്ചർ ഇവിടെയുണ്ട്. ഒരു 15 സെൻസ് ഉള്ളൊരു കുളമാണ്. അതിൽ സിൽപ്പോളിൻ വിരിച്ചിട്ടുണ്ട്. അതിൽ മീൻ കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കും. 1000 ഒക്കെ ആയിരുന്നു ആദ്യം നിക്ഷേപിച്ചിരുന്നത്. ഫസ്റ്റ് തുടങ്ങിയത് കട്ട്ള റോഹു മൃഗങ്ങളായിരുന്നു. പിന്നെ ഗിഫ്റ്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. 1000 ഇട്ടു, 2 പ്രാവശ്യം 1000 ഇട്ടിട്ട് അത് ചെയ്തു. ഇപ്രാവശ്യം 5000 ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിത്ത് നമുക്ക് കിട്ടുന്നത് വല്ലാർപാടത്ത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വാകൾച്ചർ എന്ന് പറഞ്ഞാൽ RGCA എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമുണ്ട്. പിന്നെ എംപേഡ, മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞു. അത് വല്ലാർപാടം പള്ളിയുടെ വളരെ അടുത്താണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 6 രൂപ മുതൽ ഇതിൻ്റെ ചെറിയ മീൻ കുഞ്ഞുങ്ങളെ കിട്ടും. അത് നമ്മുടെ കുളത്തിലിടും. ആ കുളത്തിൽ തന്നെ നമ്മൾ ചെറിയൊരു എയറേറ്ററും കൂടി സ്ഥാപിക്കണം. 5000 ആകുമ്പോൾ അവർക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണം. ഈ വെള്ളം മാറ്റുന്ന വെള്ളം എപ്പോഴും നമ്മൾ വിടുന്നത് ഇറിഗേഷൻ കനാൽ വഴി ഫീൽഡിലേക്കാണ് വിടുന്നത്. അപ്പോൾ അങ്ങനെ വിടുമ്പോൾ ആ നല്ല നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അമോണിയൊക്കെ ഉള്ള ആ വെള്ളം ഫീൽഡിലേക്ക് വിടുന്നതും നമുക്ക് വളപ്രയോഗം കുറയ്ക്കാനായിട്ട് മറ്റൊരു സഹായമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നെൽകൃഷിയിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈ നാടൻ പശുക്കൾ, അതുപോലെ തന്നെ കുട്ടനാടൻ താറാവ്, അതുപോലെ തന്നെ മത്സ്യകൃഷി. ഇത് 3ഉം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അധികം വളത്തിനായിട്ടും കീടനിയന്ത്രണത്തിനൊന്നും വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളരെ സസ്റ്റൈനബിളായിട്ട് നെൽകൃഷി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. മാഡത്തിന് ഇവിടെ ഓഫീസ് സ്റ്റാഫും തൊഴിലാളികളുണ്ട്. ഇവരെങ്ങനെയാണ് മാഡത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും ഒരു സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗവൺമെൻറ് സെറ്റപ്പിലാവുമ്പോൾ അതിനെല്ലാറ്റിനും നമുക്ക് പ്രത്യേക അനുവാദങ്ങളും ഓർഡറുകളും എല്ലാം കിട്ടിയിരിക്കണം. ആ ഒരു കാര്യത്തിൽ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ ആവശ്യങ്ങളും അവരത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സർവത്ര പിന്തുണയും എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിലും ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കിവിടെ അത് വന്ന് പറയുമ്പോൾ എൻ്റെ തൊഴിലാളികൾ, എനിക്കിവിടെ ഒരു 9 സ്ത്രീ തൊഴിലാളികളും 6 പുരുഷ തൊഴിലാളികളുമാണ് ഇവിടെ വേക്കൻസി അനുസരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3 പേര് എംപ്ലോയ്മെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 18 തൊഴിലാളികളുണ്ട്. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരത് ആ സെൻസിലെടുക്കും. അത് എങ്ങനെയാണോ ഞാൻ വിചാരിച്ചത് ആ രീതിയിൽ തന്നെ അതിനേക്കാൾ മികച്ച രീതിയിൽ അവരത് കണ്ടിന്യൂ ചെയ്യും. ഇനി ഞാൻ ഇവിടെ ഇപ്പോൾ പഞ്ചഗവ്യ ഉണ്ടാക്കുന്നുണ്ട്, കുണപ്പജല ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ നിന്നത് 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഞാൻ നിൽക്കും. പിന്നെ അതെല്ലാം ഞാൻ പോസ്റ്റേഴ്സ് ആക്കിയിട്ട് അവർക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം എനിക്ക് പറഞ്ഞാൽ മതി പഞ്ചഗവ്യ നിങ്ങൾ ചെയ്യണം. അവർ തന്നെ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് സാറേ ഒരു ട്രിപ്പ് ഉണ്ടാക്കണോ 2 ട്രിപ്പ് ഉണ്ടാക്കണോ, അപ്പോൾ അത് അവർക്കറിയാം. അവരതിനെ ആ രീതിയിലാണ്. ഇപ്പോൾ ഞാനിവിടെ ഉള്ളപ്പോൾ മാത്രമല്ലല്ലോ ഇത് ചെയ്യേണ്ടത്, ഇത് കണ്ടിന്യൂ ചെയ്തു പോകണം. ഈ ഫാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ തൊഴിലാളികളാണ്. ഇത് അവരുടെ സ്വന്തമാണ്. പേര് അനിത സന്തോഷ് എന്നാണ്. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. ഇവിടെ 5 വർഷമായിട്ട് ആലുവ സീഡ് ഫാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാ വർക്കും ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വരമ്പ് പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീൽ കട്ടറിൻ്റെ പരിപാടിയും ചെയ്യാറുണ്ട്. പിന്നെ നെല്ല്, പച്ചക്കറി കൃഷിയും അങ്ങനെ സകല കാര്യങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസറാണെങ്കിലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടിംഗ് ആണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിത്തനങ്ങളും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് അത് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ആട്, പശു, കോഴി, താറാവ് അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഇവിടെയുണ്ട്. മാഡം ഞങ്ങളെ ഒരു തൊഴിലാളിയായിട്ടല്ല കാണുന്നത്, ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് പോലെ തന്നെയാണ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും എല്ലാം ചെയ്തു വരുന്നത്. ഫാം ടൂറിസത്തിന് അനന്തത സാധ്യതകളുള്ള ഒരു ഫാമാണ് ഈ സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ. ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നതും. പക്ഷേ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കൺസ്ട്രെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ
ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് ഇനിയും ഇവിടെ ആവശ്യമുണ്ട്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുപാടായി കഴിഞ്ഞാലും ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ആ ഒരു സെറനിറ്റി ഇവിടുന്ന് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ഒരു പാലമാണ്. ആ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ളൊരു പ്രളയ സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ടുള്ള ഒരവസ്ഥയിൽ ഇവിടെയുള്ള ഈ ജീവജാലങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ നമുക്ക് അതൊരു അത്യാവശ്യമാണ്. പിന്നെ മാത്രമല്ല ഇവിടെ നമ്മുടെ പുഴയോരങ്ങളൊക്കെ കെട്ടി സംരക്ഷിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചങ്ങാടത്തിലൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ആയിട്ടുള്ള അവിടെയുള്ള ബോട്ട് ജെട്ടികൾ പിന്നെ അങ്ങനെയുള്ള കുറേ പരിമിതികൾ നമുക്കുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാം എങ്ങനെ ഒരു ഓർഗാനിക് രീതിയിൽ നമുക്ക് സസ്റ്റൈനബിളായിട്ട് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഏതൊരാൾക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും പിന്നെ അങ്ങനെ ഒരു ജീവിത രീതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് കർഷകർ മാത്രമല്ല, ഇപ്പോൾ റിട്ടയർമെൻറ്റ് ആയവരും ചെറുപ്പക്കാരും എല്ലാവരും പിന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവർക്കൊക്കെ കൊടുക്കാനും. അങ്ങനെ നമുക്ക് ചെയ്യുന്ന ജോലി ഒരു ജോലിയല്ലാതെ നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ എനിക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് ഞാൻ ഈ കൃഷി വകുപ്പിനോടും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാക്കിയിട്ട് ഇവിടെ പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് എന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അത് ഏറ്റവും വലിയൊരു അവാർഡായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനൊക്കെ ഞാൻ കൃഷി വകുപ്പിനോടും എറണാകുളം ജില്ലാ പഞ്ചായത്തിനോടും അതുപോലെ തന്നെ ഈ ഫാമിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന എൻ്റെ തൊഴിലാളികളോടും ഓഫീസ് സ്റ്റാഫിനോടും എല്ലാവരോടും എനിക്ക് വളരെയധികം കടപ്പാടും സ്നേഹവും ഉണ്ട്. അങ്ങനെ നമ്മൾ ആലുവ സ്റ്റേറ്റ് സീഡ്സ് ഫാമിലെ കൃഷി ഓഫീസറായ ലിസിമോളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അടുത്തൊരാഴ്ച മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.